വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഇപ്പോൾ രാവിലെ സമയം ഒരു 8 മണിയായിട്ടുണ്ട്. ശരിക്കും നമ്മളിപ്പം സൈക്കിള് കൂട്ടിയിട്ട് കോണി ഐലൻഡിലേക്ക് പോകാൻ കിട്ടും. അപ്പോൾ കോണി ഐലൻഡ് ഇവിടുന്ന് അടുത്താണ്, ഒരു 2 കിലോമീറ്റർ ഒരു 3-ൻ്റെ ഉള്ളിലുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് സൈക്കിൾ എടുക്കും റെൻറ്റിന്. സൈക്കിൾ എടുത്തിട്ട് നമ്മൾ അപ്പുറത്തെ ഫ്ലാറ്റിൽ പോകും, കുട്ടിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫ്ലാറ്റിൽ. എന്നിട്ട് അവരും ജോയിൻ ആക്കും. നമ്മൾ അപ്പോൾ എല്ലാവരും ഒന്നിച്ചാണ് കോണി ഐലൻഡിൽ പോകുന്നത്. ഞാൻ മുമ്പ് ഒരു പ്രാവശ്യം കോണി ഐലൻഡിൽ പോയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വൈകുന്നേരം പോയത്, ഇപ്പോൾ രാവിലെ പോകുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് നോക്കാം. ഇന്നലെ ആണെങ്കിൽ നല്ല മഴ ഉണ്ടായിരുന്നു തോന്നുന്നു, കാരണം റോഡിലെല്ലാം നിറച്ചും വെള്ളമുണ്ട്. പിന്നെ ഫുള്ള് ഒരു അത്ര വെയിലൊന്നുമില്ല, ഒരു ശാന്തമായിട്ടുള്ളൊരു കാലാവസ്ഥയായിട്ടുണ്ട്. നല്ലൊരു തണുപ്പും വെയിലൊന്നും ഇല്ല അത്ര. അപ്പോൾ നല്ല നോക്കാം. സൈക്കിൾ ഇവിടെ ഉണ്ട്, സൈക്കിൾ തിരക്കാൻ വിചാരിക്കുന്നത്. കുട്ടി അങ്ങോട്ട് പോയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയാം, പക്ഷെ എന്തോ ഒരു ബാലൻസ് ഇല്ല. അതുകൊണ്ടാണ് ഈ ഫോൺ ഇങ്ങനെ ഷെയ്ക്കായിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരു കൈ കൊണ്ട് ഓടിച്ചിട്ട് ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഇതൊക്കെയല്ലേ കൂട്ടോ. അങ്ങനെ നമ്മൾ നേരെ സൈക്കിൾ എടുത്തിട്ട് കുട്ടൂൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫ്ലാറ്റിൽ പോയി. അവരെ കൂട്ടിയിട്ട് നമ്മൾ എല്ലാവരും ഒന്നിച്ച് പോകാൻ വേണ്ടിയിട്ട് മെഗ്ഡിയിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് നമ്മൾ പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പം അങ്ങനെ ആൽവിൻ വന്നു. പിന്നെ ഇനിയും 2 ആളും കൂടി വരാനുണ്ട്, സിജോൻ്റെ വൈഫും MLDയും. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി നമ്മളിപ്പോൾ ഞാനും കുട്ടും ആൽവിനും സിജോയും MLDയാണ് സൈക്കിൾ ഓട്ടാൻ പോകുന്നത് കോണി ഐലൻഡിലേക്ക്. അങ്ങനെ അവരും സൈക്കിൾ എടുത്തു. എന്നിട്ട് നമ്മൾ നേരെ മെഗ്ഡി പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സമയത്ത് ഒരു പ്രത്യേക തരം ഒരു കാലാവസ്ഥ ഉണ്ടായിരുന്നു. നല്ലൊരു തണുപ്പും ചെറിയൊരു മഴ പാറുന്നേയും കുറച്ച് കാറ്റും നല്ല സുഖം ഉണ്ടായിരുന്നു. നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു രാവിലെ ഈ സമയത്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ വിചാരിച്ച് കുറച്ചും കൂടി നേരത്തെ പോയിനെങ്കിൽ കുറച്ചും കൂടി രസം ഉണ്ടാക്കി. ഇപ്പോൾ രാവിലെ തന്നെ കുറേ ഏട്ടന്മാരാണ് ക്രിക്കറ്റ് കളിക്കുന്നുണ്ടായിരുന്നു. ഇത് കോണി ഐലൻഡിലേക്ക് പോകുന്ന വയ്യാന്നിട്ട് ഗൈസ്. അപ്പം നല്ല ശാന്ത സുന്ദരമായ പ്രകൃതിയും രമണീയമുള്ളൊരു വഴിയിലെ കൂടിയിട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ ആൾക്കാരും തിരക്കൊന്നും ഇല്ല, പക്ഷേ സൈക്കിളിൽ കുറേ ആൾക്കാർ പോകുന്നുണ്ട്. അപ്പം നല്ല രസമുണ്ട് ഇതിൽ ഓടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലെ കുറച്ച് നല്ല സ്പേസ് ഉള്ളതുകൊണ്ടൊക്കെ ബാലൻസ് കിട്ടുന്ന വീഡിയോ എടുക്കാനും പറ്റുന്നു. പക്ഷേ ആരും ഞാൻ കുത്തിയില്ല ഭാഗ്യത്തിന്.
അപ്പോൾ എൻ്റെ പേരുള്ളവരെല്ലാം മുമ്പിൽ ഭയങ്കര സ്പീഡിൽ പോയി ഓൾറെഡി. ഞാനിങ്ങനെ മഞ്ഞ വീഡിയോ എല്ലാം എടുത്തിട്ട് വരുന്നുണ്ട് ബാക്കിലായി. അപ്പോൾ ഞാൻ സ്പീഡിൽ പോയെങ്കിലേ അപ്പേരടുത്തേക്ക് എത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ വേഗം ചവിട്ടുന്നുണ്ട്, പക്ഷേ എത്തുന്നില്ല അങ്ങോട്ട്. തൊട്ട് എന്തെങ്കിലും പറയും. നീ എപ്പ ചെയ്തത്? ഇന്നലെ കുറച്ച് അത് ഇന്നിപ്പോ ഇത് കൊറേ മുമ്പിലോട്ട് വന്നിട്ടുണ്ട് കടല്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം സൈക്കിൾ ഓട്ടിട്ട് വന്നതുകൊണ്ട് നമ്മളെല്ലാവരും കുറച്ച് ടയേർഡായി. അപ്പം നമ്മുടെ ഒരു കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു, മറ്റേ ഇരുന്നിട്ടുള്ള വെള്ളം കുടിക്കാനും റിലാക്സ് ആക്കാനുള്ള ഒരു സ്പേസ്. അപ്പം നമ്മൾ ആടെ ഇരുന്നിട്ട് കുറച്ച് വെള്ളമെല്ലാം കുടിച്ച് റിലാക്സ് ആയിട്ടാണ് പിന്നെയും സൈക്കിൾ ചോട്ടിയത്. നല്ല കൊറേ ഉണ്ടല്ലോ മൂത്രം.
ഓഫ് റോഡായി ഓഫ് റോഡ്. ഇവരെന്താ കാണിക്കുന്നത്? വെറുതെ പഞ്ചറാക്കണ്ട വണ്ടി. സൈക്കിൾ കുലുങ്ങിക്കൊണ്ടിരിക്കും. ബിക്കോസ് ദിസ് ഈസ് വെരി ഓഫ് റോഡ്, ഫുൾ ഓഫ് റോഡ് റൈഡാണ് ഗൈസ്. അപ്പം എനിക്ക് വീഡിയോ എടുക്കാനും സൈക്കിൾ എടുക്കാനും പറ്റുന്നില്ല. പക്ഷെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ നോക്കണം. ഓക്കെ, കുട്ടൂസ് ഓരോരോ ഇത് കാണിക്കും. ഞാനിപ്പോൾ പോയേന് ഗൈസ്. ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ട് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വീഡിയോ തരാൻ വേണ്ടിയിട്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ തന്നെ എടുക്കണം. ഐ ലവ് യു കുട്ടു.
അവരെല്ലാം മുമ്പിലുണ്ട്, ഞാനാണ് ബാക്കിൽ. ബിക്കോസ് ഞാൻ പ്രകൃതിനെ രമണീനെ എല്ലാം നോക്കിയിട്ടാണ് വരുന്നത്. അവർ സൈക്കിൾ റേസിങ്. എന്ത് ചെയ്യല്ലേ, ഞങ്ങൾ രാവിലെ ഇറങ്ങുമ്പം അത്ര, കാരണം ഞാൻ പറഞ്ഞ ഇന്നലെ മഴ ഉണ്ടായതുകൊണ്ട് രാവിലെ വലിയ ചൂടുണ്ടായിരുന്നില്ല, വെയിലും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ മെഗ്ദിയിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് കുറച്ച് വെയിൽ വന്നു. അപ്പോൾ നമ്മൾ ഇവിടെ എത്തുമ്പോഴത്തേക്ക് വലിയ വെയിലും പറ്റില്ല. പിന്നെ ഇപ്പം കുറച്ച് വെയിൽ സ്റ്റാർട്ടായിട്ടുണ്ട്, കാരണം ഇപ്പോൾ ഒരു 11 മണിയായി. അപ്പം എന്തായാലും വെയിൽ സ്റ്റാർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ ഇപ്പോൾ കുറച്ച് ചൂടെടുക്കുന്നു, നല്ലോണം ചൂടെടുക്കുന്നു. അപ്പം ഞാനിപ്പോൾ കുഴിയിൽ വീട്ടി എന്നെ വീണിട്ടില്ല കുഴിയിൽ. ഇവിടെ എത്ര ഓഫ് റോഡ് ഇല്ല, കുറച്ച് ഓക്കെയാണ് റോഡ്, പക്ഷേ സ്പേസ് കുറവാണ് ഇവിടെ. ഈ നമുക്ക് പുറമ്പേ നടക്കുന്നു. പണ്ട് സ്കൂളിൽ പോകുമ്പോൾ ഞാൻ സൈക്കിൾ ഓട്ടിക്കൊണ്ടാണ് സ്കൂളിൽ പോയിക്കൊണ്ടായിരുന്നു. പക്ഷേ അത് റോഡായിരുന്നു, ഇതേപോലത്തെ സ്ഥലമില്ല. ഞാനൊന്നും അവർക്ക് സൈഡ് കൊടുക്കണം, കാരണം നമുക്ക് ബാലൻസ് കിട്ടിയില്ല. സ്ലോലി പോകണം. അയ്യോ പിന്നെ ഓഫ് കൊണ്ട് ഓ പൈസ അത് സ്പീഡ് റേസ് ആക്കാം വേമട്ടോ അവിടെ കപ്പൽ. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. നേരെ അവരെ ഫ്ലാറ്റിലേക്കാണ് പോയത്. നേരെ അവിടെ പോയിട്ട് കുറച്ച് റെസ്റ്റെല്ലാം എടുത്തു. നേരെ നോക്കുമ്പോൾ നമ്മളെ ഫ്ലാറ്റ് കാണാം കേട്ടോ, കുറച്ച് ദൂരത്തിൽ. ആ നീല കളർ കാണുന്നതാണ് നമ്മളെ ഫ്ലാറ്റ്. ഈ നീല കളർ. സൈക്ലിംഗ് എല്ലാം കഴിഞ്ഞു, കോണി ഐലൻഡിൽ പോയി വന്നു. ഇപ്പം സമയം 2 മണിയായി. അപ്പം നമ്മൾ നേരത്തെ വന്നിനി, പക്ഷേ ക്ഷീണമായിട്ട് ഞാൻ കുറച്ച് ഉറങ്ങിപ്പോയി. ഇത് നമ്മൾ ആടെ തന്നെ ഇന്നലത്തെ ഫുഡും ബാക്കി തിന്നിട്ട് ഇപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു.